എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എല്ലാ പി എസ് സി എക്സാമുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ഏതാണ്, അതെങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതിൽ ഗൈഡ് വെച്ചിട്ട് പഠിക്കുന്നവരുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സസ് കണ്ട് പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെ ക്ലാസ് പഠിക്കുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ നിർബന്ധമായിട്ടും വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ PDF റെഫർ ചെയ്ത് പഠിക്കാൻ അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഗൈഡ് എങ്ങനെ സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ അതിലെന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, അതുപോലെ തന്നെ ഏതായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എഴുതാൻ പോകുന്ന പോസ്റ്റുകളുടെ, അതായത് എല്ലാ പോസ്റ്റുകളും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളാണോ നിങ്ങൾ എക്സാം എഴുതുന്നത് അത് മുഴുവൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സിലബസ് ആദ്യം ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള എല്ലാവരും എഴുതുന്ന എക്സാമുകൾക്കാണെങ്കിൽ GK മലയാളം ഇംഗ്ലീഷും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് എന്താണെന്ന് വെച്ചാൽ എല്ലാ സിലബസും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക ഒരു പോസ്റ്റിലേക്ക് എഴുതുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതിലേക്ക് എക്സാം എഴുതുകയാണെങ്കിൽ അതിൻ്റെ സിലബസ് വേറെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കോമൺ ആയിട്ട് വരുന്ന സിലബസുകൾ മൊത്തം നോട്ട് ചെയ്ത് വെക്കുക. അതിലേതൊക്കെയാണ് സിലബസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് പോർഷൻ വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഗൈഡ് സെലക്ട് ചെയ്യുമ്പം ഇതിൻ്റെ വേണമെങ്കിലും ഗൈഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ടാലൻറ്റിൻ്റെ അവൈലബിൾ ആണ്. ടാലൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗൈഡാണ്, അത് ചെയ്യാം. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു PSC ഗൈഡ് വാങ്ങുക. അതായത് കോമൺ ആയിട്ട് നമുക്ക് PSC എക്സാമിന് വരുന്ന ഏതെങ്കിലും ജനറൽ നോളജ്, പിന്നെ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇതൊക്കെ വരുന്ന ഒരു എന്ത് ചെയ്യുക, ഗൈഡ് വാങ്ങുക. ഗൈഡ് വാങ്ങിയതിന് ശേഷം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സിലബസ് ഉണ്ടല്ലോ, സിലബസിൽ എല്ലാ പോർഷനും അതിൽ വരുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ ഇംഗ്ലീഷ് മലയാളം നമുക്ക് ഗൈഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുന്നതല്ല. ഇംഗ്ലീഷ് മലയാളം അതുപോലെ തന്നെ മാത്സ് അത് നമുക്ക് ഗൈഡ് മാത്രം വെച്ചിട്ട് പഠിക്കാൻ പറ്റില്ല, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യൂട്യൂബിൽ കുറേയധികം വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക വെച്ചാൽ, ഈ ഗ്രാമർ പാർട്ടും പിന്നെ അതുപോലെ തന്നെ മാത്സിൻ്റെ ഒക്കെ ആദ്യം എന്താണെന്നുള്ളത് ജസ്റ്റ് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയതിന് ശേഷം ഈ ഗൈഡും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, GKൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. ആദ്യം നിങ്ങൾ ആ ഒരു ഗൈഡ് ഉപയോഗിച്ചിട്ട് പഠിക്കുക, ആ ബേസ് മുഴുവൻ പഠിച്ചെടുക്കുക. ഏതാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ബേസ് മുഴുവൻ പഠിച്ചെടുക്കുക. പിന്നീട് ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്ക് കേരള PSC സൈറ്റിൽ OMR എക്സാമിൻ്റെ ആൻസർ കീ നോക്കുമല്ലോ, അതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രൊവിഷണൽ ആൻസർ കീൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ എക്സാം എഴുതിയിട്ട് അത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായാലും മതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം കളക്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. പിന്നെ അല്ലെങ്കിൽ ആൻസർ കീ നോക്കുക, ഫൈനൽ ആൻസർ കീ നോക്കിയിട്ട് അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് കാണും. ആ കോഡ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് നേരിട്ട് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാങ്ങി വെച്ചിട്ടുള്ള ഒരു ഗൈഡ് ഉണ്ടല്ലോ, ഗൈഡിലേക്ക് ഓരോ സെക്ഷനിലും, അതായത് നമുക്ക് സിലബസിലുള്ള ഓരോ സെക്ഷനിലും വരുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സെപ്പറേറ്റ് ഒരു നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഓരോ ടോപ്പിക്കിനും 1-2 പേജസ് വീതം മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഓരോ സെക്ഷനും മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്ന പോയിന്റുകൾ അതിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സിലബസ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ചിലപ്പോൾ ചിലതിന് കൂടുതൽ പോയിന്റ്സ് ഒന്നും ഉണ്ടാവില്ല. എന്തായാലും മിനിമം 1-2 പേജ് അതിന് വേണ്ടിയിട്ട് ഓരോ സെക്ഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. GKൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അങ്ങനെ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക്
കുറച്ച് റെയറായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഓപ്ഷൻസ് അടക്കം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതി വെക്കുക. പിന്നെ ഓപ്ഷൻസ് എഴുതുമ്പം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ ടിക്ക് ചെയ്യരുത്. അതിൻ്റെ താഴെയായിട്ട് കുറച്ച് താഴെയായിട്ട് ആൻസർ എന്താണെന്നുള്ളത് ജസ്റ്റ് എഴുതി വെക്കുക. അങ്ങനെ ചെയ്യുക. ഓക്കെ, GKൻ്റെ കാര്യം അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ മാത്സിൻ്റെ കാര്യം, മാത്സിൻ്റെത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിലബസിൽ കറക്റ്റ് കുറച്ച് ടോപ്പിക്കുകളേ ഉണ്ടാവുള്ളൂ. GK പോലെ കൂടുതൽ ടോപ്പിക്സ് ഉണ്ടാവില്ല, ശരിയല്ലേ? അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് ഓരോ പോർഷനും വരുന്ന ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു നോട്ട്ബുക്ക് വെക്കുക. നോട്ട്ബുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും എഴുതി വെക്കുക. അതിനുശേഷം കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്ക് അതായത് ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് അവിടെ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം, നോട്ട് ചെയ്ത് വെക്കുക. അതായത് എങ്ങനെയാണ് നമുക്ക് ആ ഉത്തരം കിട്ടുന്നതെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൊക്കാബുലറി സെപ്പറേറ്റ് വരുന്നുണ്ട് ഇതിൽ. ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഗ്രാമർ പാർട്ടും വരുന്നുണ്ട്. ഗ്രാമർ പാർട്ട് ആകുമ്പോൾ അത് എന്ത് ചെയ്യുക വെച്ചാൽ ഗ്രാമർ പാർട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷനിൽ എഴുതുക, വൊക്കാബുലറി ഒരു സെക്ഷനിൽ എഴുതുക. ഇതുപോലെ തന്നെ സെക്ഷൻ തിരിച്ച് നോട്ട് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു വർഷത്തിൽ നടക്കുന്ന മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു. സൈറ്റിൽ കയറിയിട്ട് നമുക്ക് OMR എക്സാമിൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമിൻ്റെത് നമുക്കിതുപോലെ ആൻസർ കീ കിട്ടും. ഓൺലൈൻ എക്സാമിൻ്റെത് ആകുമ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ കീ നമുക്ക് ഈ OMR എക്സാമിൻ്റെ സെപ്പറേറ്റ് അങ്ങനെയല്ല വരുന്നത്. ഓരോ ക്വസ്റ്റിനും താഴെ കറക്റ്റ് ആൻസർ അവർ കൊടുത്തിട്ടുണ്ടാവും. അത് പ്രൊവിഷണലാണെങ്കിലും ഫൈനലാണെങ്കിലും. അപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ആൻസർ കീ വേറെ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൻസർ കീ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ OMR എക്സാമിൻ്റെ ആകുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് OMR എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ആൻസർ കീയും സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ആദ്യം എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കീ നോക്കുക. ഫൈനൽ ആൻസർ കീ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വരും. ഫൈനൽ ആൻസർ കീ നോക്കിയിട്ട് അവിടെ ആൻസർ കീ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് അതിൽ കാണും, ഇതിൽ ആൻസർ കീയിൽ കാണും. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ പ്രൊവിഷണൽ ആൻസർ കീ എന്നുള്ള ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന അത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ കറണ്ട് അഫെയേഴ്സിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറണ്ട് അഫെയേഴ്സ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അഫെയേഴ്സ് മാത്രം ക്ലാസ് എടുക്കുന്ന കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ടെലഗ്രാമിൽ പത്രവാർത്താ ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. അതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പേപ്പർ കട്ടിങ്സ് കറക്റ്റ് ഓരോ പോയിൻറ്റിനും കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെയാണ് നിങ്ങളൊരു റാങ്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് റാങ്ക് ഫയൽ വാങ്ങിക്കഴിഞ്ഞാലും അതിൽ നമുക്ക് അറിയാം, റാങ്ക് ഫയൽ മൊത്തം പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു കട്ട് ഓഫ് മാർക്ക് കിട്ടും. അത് ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ആ റാങ്ക് ഫയലിനെ മാറ്റിയെടുക്കേണ്ടതായിട്ട് വരും. അത് ഏത് പോസ്റ്റിനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ജനറൽ എക്സാമിനാണെങ്കിലും അല്ല ഒരു സ്പെഷ്യൽ എക്സാമിനാണെങ്കിലും ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരു റിസൾട്ട് ഉണ്ടാക്കും. പക്ഷേ ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ ടൈം എടുത്ത് നമ്മൾ ഇതുപോലെ ഒരു റാങ്ക് ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എക്സാമുകൾക്ക് നമുക്ക് ജസ്റ്റ് റെഫർ ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ. പിന്നെ കറണ്ട് അഫെയേഴ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഏത് ഗൈഡ് സെലക്ട് ചെയ്യണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഉള്ളൂ. ഓക്കെ, ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഏകദേശം നോക്കുക. പിന്നെ നിങ്ങൾ ഈ ഓൺലൈനായിട്ട് തന്നെ നോക്കുക. നോക്കിയിട്ട് ഏകദേശം റിവ്യൂ ഉള്ളത്, അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളത് ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ പണിയെടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മളൊരു ബെസ്റ്റ് ഗൈഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.